ഞാൻ ഇതിനുള്ളിൽ വെച്ചിരുന്നാണല്ലോ. എന്താ പറയുന്നത് ഈ ഇവിടെ ബാബുവിന്റെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ തന്നില്ലേ? അത് ഞാൻ കൊടുത്തില്ലേ? നിങ്ങൾ കൊടുത്തല്ലേ? പിന്നെ ആ എന്നാലും എൻ്റെ ഇക്ക ഇന്ന് ആ കുടുംബശ്രീയിലെ തടിച്ച സ്ത്രീ വന്നപ്പോ നമ്മളെ കസേര തെറിച്ചണ്ട കണ്ട കാലം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് നക്കിയിരുന്ന സത്യശീല സാറ് നമ്മളെ എണിക്കാൻ പറഞ്ഞു കേട്ടോ. ഈ അയാൾക്ക് നമ്മളെ പരിചയമില്ലാത്ത രീതിയിലല്ലേ പെരുമാറിയേ. ഇവളുമാരുടെ ഈ സംവിധാനമായിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഈ കസേര കൊടുത്തെറിക്കും. അപ്പൊ വേറെ പണി എന്താ വെച്ചാൽ അത് നോക്കണം. എന്ത്? അപ്പൊ വേറെ പണി നോക്കണോ? എൻ്റെ ഇക്ക മേലനങ്ങാണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഏത് പണിയാ ഉള്ളത്? നിങ്ങൾക്കറിയാലോ, ചില മാസങ്ങളിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെക്കാളും കാശ് നമ്മൾ ഉണ്ടാക്കണല്ലേ. ഒക്കെ ശരി തന്നെയാണ്. എന്താ ചെയ്യാ വേറെ? ആ ഓഹരി പറ്റണ സുഗതൻ സാറ് ഇന്ന് പെരുമാറിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ നാക്കും ഇങ്ങോട്ട് ചൊറിഞ്ഞു വന്നാ ഞാൻ പിന്നെ അങ്ങോട്ട് അടങ്ങിയതാ. എന്തായാലും നന്നായി. വെറുതെ അവരെ വായിരിക്കണ കേൾക്കേണ്ടി വന്നില്ലല്ലോ. അല്ല, ഒരു വർത്തമാനത്തിനുള്ള ഇട ഉണ്ടായില്ലല്ലോ. ഇജ്ജ് നോക്കിക്കോടോ, നമ്മളെ തൊഴിലാളി വർഗമായിട്ട് അംഗീകരിച്ചിങ്ങോട്ട് കിട്ടട്ടെ. പിന്നെ ഈ നാരോളം നമ്മൾ വിലക്കൂല. അല്ല, ഞാനും അത് കാത്തിരിക്കാണ്. വൈകാതെ അത് ഉണ്ടാവുമല്ലോ. ഏതാ 2 പാർട്ടികൾ വരണ്ടല്ലോ. 2 കേസാച്ചാ നമുക്ക് വീതിച്ചെടുക്കാട്ടാ. ഇതെവിടെ പോണ്? ഒന്ന് RT ഓഫീസ് വരെ. എന്താ കാര്യം? അതെ, എന്റെ RC ബുക്കിലെ ഹൈപ്പോത്തിക്കേഷൻ ഒന്ന് ക്യാൻസൽ ചെയ്യണം. അതെ, ബാങ്കിന്റെ ക്ലോസിംഗ് ലെറ്റർ അത് വാങ്ങിയിട്ടുണ്ട് ഞാൻ. അച്ഛനാണോ? എന്റെ മകനല്ല, ഞാൻ വേറൊരു കാര്യത്തിനാണ് വന്ന. 2 കേസാണ്. എന്താ കാര്യം? ഇതേ എന്റെ പേരുണ്ടല്ല, എന്റെ മകന്റെ പേരിലാക്കണം. ഓ, നിങ്ങളുടെ പേരിലാണ് ഇപ്പൊ വണ്ടി ഇരിക്കണേ. അത് മകന്റെ പേരിലോട്ട് ആക്കണം. മോന്റെ ID പ്രൂഫ് ഒക്കെ ഉണ്ടോ? അതെല്ലാം അതിനകത്തുണ്ട്. സുധാകരൻ അല്ലേ? ഉവ്വ. അത് ഓക്കെയാണ്. നിങ്ങളുടെ പേപ്പറൊക്കെ ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. അപ്പൊ അകത്ത് കൊടുക്കണ്ടേ? അല്ല വേണ്ട, അത് ഇവിടുത്തെ ശരിയാക്കും. അപ്പൊ എത്ര രൂപ? ഇതിപ്പോ ഇത് 1000, ഇത് 1200. അല്ല, ഈ സർക്കാർ ഫീസ് ഒരു 175 രൂപ അടച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. അതിനിപ്പോ ഈ പേപ്പേഴ്സ് ഇതൊക്കെ ആയിട്ട് നിങ്ങൾ ഈ അക്ഷയയില് ക്യൂല് പോയി നിൽക്കേണ്ടി വരും. ഒരു 1200 അതിക്രമമാണ് ചേട്ടാ. അല്ല, ഇത് എന്താ അറിയാമോ, ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. നേരിട്ട് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും ആ പേപ്പർ വേണം, ഈ പേപ്പർ വേണം, ഫോം 30 ഉണ്ടോ, 30 ഉണ്ടോ, നിങ്ങളിട്ട് കുഴയ്ക്കും കേട്ടോ. പിന്നെ ഇനി അവിടെ ചെന്നിട്ട് ചോദിക്കുമ്പോൾ ബുക്ക് എവിടെ നിൽക്കുക, ഏത് സെക്ഷനിലാണ് ബുക്ക് കൊടുത്തത്, നിങ്ങൾ ആരെല്ലാം കൊടുത്ത്, എപ്പോൾ കൊടുത്ത്, എന്ന് കൊടുത്ത്, ചിലപ്പോൾ ബുക്ക് പോലും കണ്ടില്ല എന്ന് വരാം. അയ്യോ, പിന്നെ കൊടുക്കണമെങ്കിൽ കൊടുത്തോ. അപ്പൊ ഞങ്ങളുടെയിലാവുമ്പോ നിങ്ങൾക്ക് ഈ വക ഒരു അടങ്ങറുമില്ല. ചാടപടാച്ചിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് നടക്കും. ആ ഫോൺ നമ്പർ മാത്രം അങ്ങോട്ട് തന്നാൽ മതി കാര്യങ്ങൾ അറിയിക്കാനേ. എനിക്ക് ഇതിന്റെ പുറകെ ചുറ്റിത്തിരിയാൻ നേരമില്ല. 100 കാര്യമുള്ളതാണ്. ഞാൻ ഏൽപ്പിക്കാനത്. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയുള്ളവർക്കാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ഒന്ന് ക്ലിയർ ആക്കി വെച്ചാൽ അപ്പൊ ബുക്ക് എനിക്ക് അങ്ങനെ തരും. അതിപ്പോ ഇതിങ്ങടെ അഡ്രസ് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് പോസ്റ്റലായിട്ട് സാധനം അങ്ങോട്ട്. അയ്യോ, പൈസ കൂടുതലുണ്ട്. ഒരു കാര്യം ചെയ്യാം, അതില് ഒരു 100 രൂപ കൂടി തന്നാൽ മതി. അല്ല, ഒരു 200 രൂപയുടെ തരണമെങ്കിൽ നമ്മൾ കയ്യിൽ മേടിച്ചു തരാം. ഇപ്പൊ തന്നെ? അല്ല, ശരിയാക്കിയിട്ട് കയ്യിൽ മേടിച്ച് നിങ്ങൾക്ക് കയ്യിൽ നേരിട്ട് എത്തിക്കും. രജിസ്റ്റേർഡ് അയക്കണം. സാറിനോട് പറഞ്ഞാൽ ചെയ്ത് എന്ത് വേണം എനിക്ക് അയച്ചാൽ മതി. അപ്പൊ എന്നാ ശരി. മോനെ ഞാനും പറഞ്ഞു. ഇപ്പൊ ഇത് കയ്യിൽ മേടിച്ചു തന്നാ മതിയല്ലോ. ഓ, സുഖമില്ലാത്ത ആളാണ്. ശരി, 300 രൂപ ബാക്കി. 300. ഇതുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ നേരിച്ച് മേടിച്ചു വെച്ചിട്ട് വിളിക്കാം കേട്ടാ. ആയിക്കോട്ടെ. ഈ നമ്പർ തന്നെയല്ലേ? ശരിയാണല്ലോ എഴുതി? ശരി. 300 ഇങ്ങോട്ട് തരാണ്ട് അല്ലേ? അല്ല, അത് തന്നാ മതി. ഓഫീസിൽ കണ്ടിട്ട് നമ്മള് കൊടുക്കണം, ചില്ലറ മാറണമല്ലോ. ഓ, ആയിക്കോട്ടെ. അതിൽ വെച്ചോ, ചില്ലറ മാറിയോടെ കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യോ, ഇതൊന്ന് കൊണ്ടുപോയി ശരിയാക്കി. ഞാൻ ഒന്ന് മയങ്ങട്ടെ. അല്ല, ഇപ്പൊ സുഗതൻ സാറിനെ കാണാതിരിക്കണേ നല്ലത്. അതെ, ഞാൻ വന്നാനൊക്കെ ഭ്രാന്ത് വരും. പിന്നെ ഒന്നാമത്തേക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഞാൻ ഒന്ന് ഇത്തിരി ബിരിയാണി കഴിച്ചു. മത്ത് പിടിച്ച മാതിരിയായി. ഉറങ്ങണതുള്ളൂ. ആരെങ്കിലും വന്നത് അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരെ പോരുത് കൈ. ഒക്കെ ഞാൻ നോക്കുന്നേ. അല്ലാ,